കടലിൽ കാണാൻ കിട്ടിയ അതെല്ലാം അതാരോ കേരള പോലീസിന്റെ തീരുമാനമായിരുന്നില്ല. കഴിഞ്ഞ ഇന്നലെ 2 മണിക്കാണ്, ഇന്ന് പുലർച്ചയ്ക്ക് 2 മണിക്കാണ് ആ മാരത്തോൺ ഒരു ഘട്ടം കഴിഞ്ഞത്. പക്ഷെ മാരത്തോൺ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഞങ്ങൾ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന് പറഞ്ഞ ഒരു മാരത്തോൺ ഉണ്ട്. ആ മാരത്തോൺ കുട്ടികൾക്ക് പിന്നാലെയുള്ളത്. അതിൽ ഇന്നലെ ഒരു 55ഓളം പേരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഈ ആയെങ്കിയല്ല, ഇവരായെങ്കിലും തന്നെ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. സിഐക്കെതിരെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ സുരക്ഷിതത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ വെല്ലുവിളി എന്ന് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇത് തന്നെയാണ് ഞങ്ങളെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത്തരം വെല്ലുവിളികൾ ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിക്കും. ഓക്കെ, അർജുൻ ആയെങ്കിൽ അങ്ങനെ വെളുപ്പിനെ 2:30 പോലീസ് അങ്ങ് ബുക്ക് ചെയ്യും. ഓക്കെ, ഇന്നലെ സോഷ്യൽ മീഡിയ മൊത്തം, ഇന്നലെ അല്ല കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ മൊത്തം അർജുനായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നോക്കുമ്പോൾ ഓരോ ദിവസം അർജുൻ്റെ ഫോളോവേഴ്സ് ഇങ്ങനെ കൂടി. ഇന്നലെ ഞാൻ നോക്കിയ സമയത്ത് 1,20,000-ഓളം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പുള്ളി കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ എൻ്റെ താഴെ പോയിരുന്ന അർജുന് ഭയങ്കര സപ്പോർട്ടും കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോസൊക്കെ കാണുകയും പിന്നെ പുള്ളിയുടെ പോസ്റ്റും പിന്നെ പുള്ളിക്കെതിരെ പറയുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും താഴെ പോയിട്ട് അങ്ങ് ഇതാണ്. ചില അന്തം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ചില ആൾക്കാരുണ്ട്. എനിക്ക് അവരോടൊന്നും യോജിപ്പേ ഇല്ല. കാരണം നല്ലത് കണ്ടാൽ പോലും വളച്ചൊടിച്ച് കമന്റ് ഇടുന്ന കുറേ ആൾക്കാരൊക്കെ, പ്രത്യേകിച്ച് കോട്ടയത്തെ കുറേ ടീംസുകളൊക്കെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവരൊക്കെ തന്നെയാണ്. കാണുമ്പോൾ എനിക്ക് ശരിക്കും അവരോട് പുച്ഛമാണ് തോന്നുന്നത്. പിന്നെ അർജുൻ്റെ കേസ് കേട്ടില്ല. അർജുൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കേസ് ഒന്നും കൂടെ ഒന്ന് അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ. കാരണം ആ ഒരു കേസിൽ പുള്ളി നിരപരാധിയാണെന്നുള്ള രീതിയിലാണ്. ചില കാര്യങ്ങളൊക്കെ പോലീസുകാർ ചില പാവങ്ങളുടെ തലയിട്ട് കൊടുക്കത്തില്ലേ. ചിലപ്പോൾ പുള്ളിയുടെ ആവുന്ന പ്രായത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്ത് കൂട്ടി കാണുമായിരിക്കാം. പക്ഷേ ഇപ്പം പുള്ളി അനുഭവിക്കുന്ന കേസുകളെല്ലാം പുള്ളി നിരപരാധിയാണ്. പുള്ളി ഇത്രയും കോൺഫിഡൻസോട് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടി നിങ്ങളത് ശ്രമിക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോവാം. പിന്നെ സ്വർണ്ണക്കടത്ത് അങ്ങനെയൊക്കെയുള്ള കേസിലൊക്കെ പുള്ളി ഇച്ചിരി നല്ല പ്രതിയാണെന്നുള്ള രീതിയിലാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ട്. ഒന്നാം തരം കമ്മ്യൂണിസ്റ്റായിരുന്നു. പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യും. കൂടുതലും പാർട്ടിക്ക് വേണ്ടിയാണ്. പാർട്ടി സ്ഥാനമുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പാർട്ടിയുടെ വിഷയങ്ങൾ, അതായത് പാർട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കുന്ന ഒരു വ്യക്തിയും കൂടാണ് പുള്ളി. നേരെ പോകും. കാരണം ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ ഒരു പാർട്ടി സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഞാൻ പാർട്ടിയിലൊക്കെ ഉള്ള ഒരു വ്യക്തി ഇപ്പോൾ വലിയ ആക്റ്റീവ് അല്ലെന്നുള്ളൂ. പാർട്ടിയുടെ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാനൊക്കെ സ്പോട്ടിൽ പറയും അത് തെറ്റാണ്, അത് അങ്ങനെ ചെയ്യരുത്. അപ്പം ഞാനൊരു TV ഇപ്പം ഒരു വീട്ടിൽ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പം അത് കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ കേട്ടോ. അപ്പം ഞാൻ പണ്ട് കൊടുക്കാതിരുന്നത് അപ്പോൾ ഒരിക്കലും കൊടുക്കരുത്, കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലൊന്നും കൊടുക്കരുത്, അല്ലെങ്കിൽ അത് BJPയുടെ വീട്ടിൽ കൊടുക്കരുത്, അങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അപ്പം നമ്മൾ ജനങ്ങളെ നോക്കുക. അവിടെ പാർട്ടിയോ ജാതിയോ മതമോ അല്ല നോക്കട്ടെ. നമ്മൾ അതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പാർട്ടിക്കാർ പണ്ട് എതിർത്ത് സംസാരിക്കും. നമ്മുടെ ആൾക്കാരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കുന്ന കുറച്ചും കൂടെ നല്ലതെന്നുള്ള രീതിയിലാണ്. അതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. എനിക്ക് തോന്നുന്നു പുള്ളി അതുപോലെ തന്നെ നേരെ പോകുന്നുള്ളൊരു ക്യാരക്ടറാണെന്ന് തോന്നുന്നുണ്ട് ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ പുള്ളിയുടെ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, വെല്ലുവിളിച്ചിട്ടുള്ള വീഡിയോ ഒക്കെയാണെന്നും പറഞ്ഞ് പോലീസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രധാനപ്പെട്ട ഒരു വീഡിയോ വെച്ച് തരേണ്ടതെന്ന് വെച്ചാൽ അവരുടെ നേതാക്കന്മാർ കൈ ഒടിഞ്ഞ ഒരു വീഡിയോ. ഞാൻ അതൊന്ന് വെച്ച് തരാം നിങ്ങൾക്ക്. അതിനു മുമ്പ് എനിക്ക് അർജുൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അന്വേഷണം ഏതുവരെയാണ്? ഇന്നലെ പുള്ളി ലൈവിൽ വന്നിട്ട് പറഞ്ഞു കുറച്ച് എൻ്റെ അപ്പാട് വന്ന് കീഴടങ്ങുന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത്. ഞാൻ ചാവാൻ തീരുമാനിച്ച ഒരാളാണ്. ചാവാൻ തീരുമാനിച്ച ഒരാൾക്ക് എങ്ങനെ എത്താൻ എന്താ? എന്റെ ജീവൻ നഷ്ടപ്പെട്ടതല്ലേ? എന്റെ ജീവൻ എന്റെ കയ്യിൽ നിന്ന് പോയതാണ്. അയാൾക്ക് പിന്നെ എങ്ങനെ വെടികൊണ്ട് മരിക്കണോ, സൈനൈഡ് കഴിച്ച് മരിക്കണോ, പൊട്ടിത്തെറിക്കണോ എന്നെല്ലാം അവർ അയാളെ തീരുമാനിക്കും. അപ്പോൾ ഞാൻ ഒരാളെയും വെല്ലുവിളിക്കാനല്ല. വെല്ലുവിളിച്ചത് ആഭ്യന്തരമന്ത്രി വെല്ലുവിളിച്ചെന്നൊക്കെ പറയുന്നത്. ആഭ്യന്തരമന്ത്രി എന്തിനാ വെല്ലുവിളിച്ചത്? എനിക്കെതിരെ എടുത്ത കള്ള കേസ് അത് പുനരന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മന്ത്രിയോട് ഒരു കേസ് പുനരന്വേഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതെങ്ങനെ വെല്ലുവിളിയാവുക? ഒരു കള്ളക്കേസല്ലേ? ഒരു മനുഷ്യനല്ലേ പറയുന്നത്? മനുഷ്യനല്ലേ? പാർട്ടിയൊക്കെ പിന്നീടാവാം. ഒരു മനുഷ്യനാ കള്ളക്കേസ് കൊടുക്കി അവന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ നശിപ്പിച്ച ഒരു സംഭവത്തെ പുനരന്വേഷിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അത് ചെയ്യാൻ വേണ്ടി അയാൾ മുന്നോട്ടേക്ക് വരുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയെങ്കിൽ ഞാൻ താങ്കൾക്കൊരു പൊന്നാടി അണിയിക്കും, ഒരു ഉമ്മ തരും എന്നത് എന്റെ മനസ്സിൽ തട്ടി ഞാൻ പറഞ്ഞതാണ്. മൂപ്പർ അതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാക്ക് അതൊന്ന് പുനരന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാൾ നേരിട്ട് പോയി പൊന്നാടി അണിക്കുന്നത് എന്റെ മനസ്സിൽ തട്ടിയ കാര്യമാണ്. കാരണം അത്രയും നമ്മളെ ബുദ്ധിമുട്ടിച്ച, ദ്രോഹിച്ച, താറുമാറാക്കിയ ഒരു സംഭവം. പുള്ളി എന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ പാർട്ടിക്കാർ, അതായത് ഭരണം എന്തായാലും ഇറങ്ങുന്നത് പുള്ളിക്ക് നല്ല രീതിയിൽ അറിയാം. അതിനു മുമ്പേ പുള്ളി നാട് വിട്ടെന്ന് പുള്ളി പറഞ്ഞു. അപ്പം അതിൽ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ പാർട്ടി തന്നെയാണ് സംരക്ഷിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ പാർട്ടി എന്ന് പറഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം മാറും. പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല, പല ആൾക്കാർക്കും. കാരണം അവർക്കൊക്കെ അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഇന്ന് അദ്ദേഹത്തിനെ പോലീസ് തൂക്കിയിട്ടുണ്ടായിരുന്നു. അതിന് രമേശ് ചെന്നിത്തല കൊടുത്ത് മറുപടി ഞാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇവറ്റയുടെ നേതാക്കന്മാർ ഇന്നലെ പറഞ്ഞത് ഞാൻ വെച്ച് തരാം. എന്നാൽ രമേശ് ചെന്നിത്തല പുള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ മത്സരം എന്ന് പറഞ്ഞാൽ ആരോടും അല്ല, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തതിൻ്റെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ എല്ലാം ഉണ്ട്. പുള്ളി ഈ ആഭ്യന്തരം കിട്ടിയപ്പോൾ തൊട്ട് പുള്ളി അങ്ങ് വലിച്ചു കീറി വിടുക എല്ലാത്തിനും അങ്ങ് വൺ മാൻ ഷോ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ VD സതീശനേക്കാളും എനിക്ക് തോന്നുന്നു മാർക്കറ്റ് കൂടുതൽ ഇപ്പം ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കാണ്. കാരണം പുള്ളിയുടെ അഴിഞ്ഞാട്ടോ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെച്ചുതരാം. ഏതായാലും ഞങ്ങൾ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ.
ഞങ്ങളാരും അവരെ വളർത്തിയിട്ടില്ല. അതിപ്പോ നിങ്ങൾ കണ്ടോ, അതുണ്ടാവും. അതുകൊണ്ട് ഞാൻ വളരെ മുന്നറിയിപ്പ് നൽകുകയാണ്, ജനങ്ങളുടെ ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കൊട്ടേഷൻ സംഘത്തെയും ഗുണ്ടാ സംഘത്തെയും വെച്ചുറപ്പിക്കില്ല, അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. എനിക്ക് അവർ തന്നെ മുൻ മുഖ്യമന്ത്രി തന്നെ അർജുൻ ആയങ്കിയെ തള്ളി പറഞ്ഞു, എം വി ജയരാജൻ തള്ളി പറഞ്ഞു. അവരാരും അവരോടൊപ്പം ഇല്ലാന്ന് തെളിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് അന്വേഷിക്കേണ്ട കാര്യം? ചെറ്റകള്. ഞാൻ അങ്ങനെ പറയത്തുള്ളടാ. കാരണം പാർട്ടിക്ക് വേണ്ടി ചാവാൻ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ മകള് വീണയ്ക്ക് വേണ്ടി അവിടെ മുന്നിൽ കിടന്ന് ഇടിയെ തല്ലാനും കൊല്ലാനും ഇടിക്കാനും വലിച്ചെറിയാനൊക്കെ കുറെ എണ്ണം നടന്നിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവർക്കും അവരുടെ കുടുംബത്തിനും പോയി. ഇപ്പൊ ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞാലും അവന്മാർക്ക് ബുദ്ധിയുള്ളവർക്ക് അവർക്ക് മനസ്സിലാവും സത്യാവസ്ഥ എന്താണ്. ഇങ്ങനെയുള്ള ആളുകളെ ആർക്കും സംരക്ഷിക്കാൻ കഴിയില്ല. ഇവരൊക്കെ വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. അവരൊന്നും ആരും സംരക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കേരളം അത്തരം നാടല്ല. ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന, ഗുണ്ടകൾ മാത്രമല്ല, ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു സംശയം വേണ്ട. നിയമപരമായി സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കും. അങ്ങനെ ജനജീവിതത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാമൂഹ്യ വിരുദ്ധനെയും ഗുണ്ടയെയും കേരളത്തിൽ സ്വൈരവികാരം നടത്താൻ അനുവദിക്കില്ല. ആ കാര്യത്തിൽ വളരെ ശക്തമാണ് നിലപാട്. ഓപ്പറേഷൻ തൂഫാൻ നന്നായി പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഓണക്കാലത്തെ ഒരു ഇടപെടൽ അത് എത്തരത്തിലായിരിക്കും ഉണ്ടാവുക? ഓണക്കാലത്ത് ശക്തമായ നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധന്മാർ, ഗുണ്ടകൾ, ഗ്യാങ്ങുകൾ, അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് മാഫിയകൾ, അവരെ കർശനമായി നിരീക്ഷിക്കാൻ നടപടി. നല്ല കാര്യം തന്നെ. വേറെ ഒരു വീഡിയോ കൂടെ ഉണ്ടായിരുന്നു. വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ഇവിടെ എല്ലാ പുള്ളിയുടെ ഈ നോട്ടം നിങ്ങൾ കണ്ട, ഇത് നേരത്തെ ഒരു ഫോട്ടോയാണ് സത്യം പറഞ്ഞല്ല. പുള്ളി ഇങ്ങനെ പമ്മി ഇരുന്നിട്ട്, നമുക്കറിയാലോ നമ്മുടെ MLA എല്ലാ കാര്യങ്ങളും നോട്ടും ചെയ്യും, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഓക്കെ, സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവം എന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ആ കാര്യത്തിൽ ഒന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഓണം കൂടെ വരികയാണ്. ഈ ഓണക്കാലത്ത് ജനജീവിതത്തെ അപകടത്തിലാക്കാമെന്ന് ഒരു ഗുണ്ടയും കരുതണ്ട. പോലീസ് സ്റ്റേഷന് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ ലിസ്റ്റുണ്ട്, എല്ലാ പോലീസ് സ്റ്റേഷൻ ലിസ്റ്റുണ്ട്. ഹിസ്റ്ററി ഷീറ്റേഴ്സ്, ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ, കാപ്പ കേസ് പ്രതികൾ, ഇവരെല്ലാം പോലീസ് കർശനമായ അവരുടെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ല. ഒരു സംശയം വേണ്ട. രാഷ്ട്രീയ സംരക്ഷണം കിട്ടിയിട്ടുണ്ടോ? ഏത് സംരക്ഷണം കിട്ടിയാലും ഇത്തരം ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഒരു സംശയം വേണ്ട. കേരളം ഗുണ്ടകളുടെ പ്രതീക്ഷയല്ല. സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടാണ്. കുറെ ആളുകൾ ഇറങ്ങി മനഃപൂർവ്വമായി കുഴപ്പമുണ്ടാക്കാൻ നോക്കുകയാണ്. അവരാരായാലും ശരി. ഇപ്പൊ അവരുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന് തെളിഞ്ഞല്ലോ. 2-3 ദിവസമായിട്ട് എന്തോ ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പൊ ഇതൊന്നും ആരും നിയമത്തിന് അതീതരല്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് നിയമത്തെ വെല്ലുവിളിക്കാൻ ആരെയും ഈ സംസ്ഥാനത്ത് അനുവദിക്കുന്ന പ്രശ്നമില്ല. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു രാഷ്ട്രീയ സംരക്ഷണവും അതിനകത്തിൽ പ്രശ്നവുമല്ല. ഏതായാലും ഞങ്ങൾ വന്നിട്ട് 2 മാസമായിട്ടു. ഞങ്ങളാരും ഇവരെ വളർത്തിയിട്ടില്ല. സത്യമല്ലേ പറയുന്നേ? ഞങ്ങൾ ആരെയും വളർത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഈ രമേശ് ചെന്നിത്തലയെ കുറിച്ചൊക്കെ അണ്ണം പറയുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം ഉള്ള കേസുകളുടെ എണ്ണങ്ങളെല്ലാം കുറച്ച് 0-ലേക്ക് എത്തിക്കുക എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ജീവിച്ച ഒരാളായിരുന്നു ഞാൻ. എനിക്കിപ്പം 23ഓളം കേസുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടതിന്റെയും രാഷ്ട്രീയം പറഞ്ഞതിന്റെയും എല്ലാം ഭാഗമായിട്ടുള്ളതാണ്. അപ്പോ ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും എല്ലാം വിമർശിച്ച് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ കേസെടുക്കുന്ന ഒരു നടപടി 10 വർഷക്കാലത്ത് ഉണ്ടായിരുന്നു എന്ന് ഇവർ പരിശോധിച്ചാൽ മതി. അപ്പൊ ഇവിടെ നടക്കുന്നത് പോലീസ് രാജാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം ആഭ്യന്തരമന്ത്രി പരിശോധിക്കണം. അല്ല, ഒന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രിമാരാണെങ്കിലും ആരാണെങ്കിലും വിമർശിക്കേണ്ടടുത്ത് നമുക്ക് വിമർശിക്കാൻ പറ്റും. ചില ആൾക്കാർ ആവശ്യമില്ലാത്ത, അതായത് VD സതീശൻ്റെയും മൂഡും ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ ഇറക്കുകയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തിന് ഒരു വില ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടായിരിക്കാം. മുഖ്യമന്ത്രി പരിശോധിക്കേണ്ട കാര്യമില്ല, കാരണം ഇവർക്ക് പറ്റൂല. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ചെന്നിത്തലയാണ് അതാവാൻ വേണ്ടി ഏറ്റവും യോഗ്യൻ എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു.
അത് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഓഡിയൻസിൻ്റെ സപ്പോർട്ട്, ഞാൻ ഉൾപ്പെടെയാണെങ്കിലും ജനങ്ങൾ ഉൾപ്പെടെയാണെങ്കിലും വി ഡി സതീശൻ്റെ പേരാണ് പറഞ്ഞത്. പിന്നെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ നാടിന് അഭിമാനമായിരുന്നു ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത്. CPM-കാരനായതുകൊണ്ട് ഞാൻ പാർട്ടിയില്ല എന്ന് പല ആൾക്കാർ പറയുന്നുണ്ട്, എന്നെ തള്ളിപ്പറട്ടുണ്ട്. അവർ തള്ളിപ്പറയുന്നതിന് മുമ്പേ ഞാൻ ഒരു കേസിന്റെ ഭാഗമായി ഞാൻ ഇതിലില്ല, ഞാൻ ഇതിന്റെ ഭാഗവാക്കല്ല എന്ന് പറഞ്ഞ് പുറത്തു പോയ ആളാണ്. ഞാനിപ്പോഴും ഇതിനു വേണ്ടി പേനയുണ്ടുന്നത്, ഇതിനു വേണ്ടി എഴുതുന്നത്, ഇതിനോടുള്ള ആത്മാർത്ഥത കൊണ്ടും ഇത് എന്റെ സ്വഭാവ രീതിയായി മാറിയത് കൊണ്ടും ഇതിന്റെ രക്തത്തിൽ അരിഞ്ഞത് കൊണ്ടുമാണ്. അപ്പൊ അതിനെല്ലാമുള്ള പാരിതോഷികം, അതിനെല്ലാമുള്ള സ്നേഹം എനിക്കിന്നൊരു നേതാവ് തന്നു. കാരണം ഞാൻ ഒരു തരത്തിലും അടുപ്പിക്കാൻ വേണ്ടി പറ്റാത്ത ഐറ്റം കൽപ്പിച്ച് അകറ്റി നിർത്തേണ്ട ഒരാളാണ് എന്നുള്ള രീതിയിലുള്ള പ്രകടനമാണ് ഇന്ന് എനിക്ക് നേരിടേണ്ടി വന്നത്. അതിലൊന്നും എനിക്ക് സങ്കടമില്ല. അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യവും എനിക്കുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഒന്നേം തുടങ്ങാം. ഇവരൊക്കെ നേതാക്കന്മാരുടെ ഉള്ള ഞാൻ വെച്ചുതരാം. പോലെ ആയെങ്കിയ തൂക്കണം, തൂക്കി കൊല്ലലല്ല, പിടിക്കണം. അതിന് കരുത്ത് ആഭ്യന്തരമന്ത്രി കാണിക്കണം. പോലീസിനെ ഉപയോഗിച്ച് ആയെങ്കിൽ എവിടെയാണോ അവിടെ പോയി പിടിക്കണം. കൊട്ടേഷൻ സംഘത്തിന്റെ ഒരു പിന്തുണയും CPM-നോ ഇടതുപക്ഷത്തിനോ സോഷ്യൽ മീഡിയയിലുള്ള ആശയപ്രചരണത്തിന്റെ ആവശ്യമില്ല. ആയിക്കോട്ടെ. ഇനി അടുത്ത് ഗോവിന്ദമാമന്റെ ഞങ്ങൾക്ക് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. CPM-ആയിട്ട് ആയെങ്കിൽ യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. ഇല്ലാതെ ഇപ്പം പറഞ്ഞല്ല, മുമ്പേ പറഞ്ഞാണ്. ഇപ്പം പറഞ്ഞതല്ല, മുമ്പേ തന്നെ പറഞ്ഞു. അതെ, അങ്ങനെ ഭയങ്കരമായിട്ടായിരിക്കും. ശരി, മതിയോ? വലിയ ആവശ്യമില്ല. കാമ്പില്ലാത്ത കാര്യം പറഞ്ഞിട്ട് നമ്മള് വളരെ സീരിയസ് ആയ ഒരു പ്രശ്നത്തിന്റെ ഒന്നും പിരിയണ്ട. അതുകൊണ്ട് അത് പറയാതെ അത് സീരിയസൊന്നുമല്ല. ഇതൊരു സീരിയസും ഇല്ല. ഇതിനകത്തൊരു സീരിയസും ഇല്ല. ഇവന്റെ ഈ കാര്യത്തിൽ എന്ത് സീരിയസ് വന്നിരിക്കുന്നു? ക്രിമിനലായിട്ട് നടക്കുന്ന ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചാരണ പ്രവർത്തനത്തെ ഞങ്ങൾ തീരുമാനം CPM ഇല്ല. അടിപൊളി. ഇനി ഇങ്ങനെ ഞാനൊന്ന് വെച്ചതാ, ഇനി ഞാൻ വെച്ച് തരുന്നില്ല നിനക്ക്. ഇനി മെയിൻ ഒരു നേതാവുണ്ട്, ഏറ്റവും അവസാനം വെക്കാന്ന് കരുതിയൊരു സാധനം. അർജുനായെങ്കിക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നടപടി അവർ എടുത്തോട്ടെ. ഞാനിപ്പോ ഞാനെന്ത് പറയാ, അർജുനായെങ്കിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം. അയാൾക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നടപടി എടുത്തോട്ടെ. അതിന് യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ഞാൻ കണ്ടിട്ടില്ല അത്. അത്രേ ഉള്ളൂ. ഓക്കെ. ഇതാണ് പാർട്ടിക്ക് വേണ്ടി ചാവാനും കൊല്ലാനും ഒക്കെ നടക്കുന്നവന്മാരോട് എനിക്കും പറയാനുള്ളത്. നമുക്കുണ്ടെങ്കിലേ ഉള്ളൂ. ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മൾ ഇത്രയും വളർത്തി അച്ഛനും അമ്മയെന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരുടെ തലയിൽ കയറുന്ന പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ. ബൈ, ലവ് യു ഓൾ ഗൈസ്. എന്തായാലും ഈ ഒരു വ്യക്തിക്കെതിരെ കാപ്പ ചുമർത്താനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു അവസരം കൂടെ കിട്ടട്ടെ, അത്ര ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കാരണം നമുക്ക് ഇവിടുത്തെ നിയമങ്ങളൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല. കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു മനുഷ്യനായിട്ട് പോട്ടെ. നല്ല മനുഷ്യനൊക്കെ തന്നെ അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഇഷ്ടപ്പെടുത്തൊന്നുമല്ല. നല്ല മനുഷ്യനായിട്ട് ഇനി വന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്തോളൂ. ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പുള്ളിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ ആയിരിക്കും. കാരണം തൂക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ തൂക്കിയിരിക്കും. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലാണ് വേണ്ടത് സമാധാനവും കാര്യങ്ങളും ഒക്കെയാണ്. ബൈ, ലവ് യു ഗൈസ്.